നമുക്കിന്ന് നല്ലൊരു ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു ചിക്കൻ കറി റെഡിയാക്കിയാലോ. ഇതിൻ്റെ പേര് മയണൈസ് ചിക്കൻ കറി എന്നാണ്. പേര് പോലെ തന്നെ മയണൈസ് ചേർത്തിട്ടാണ് ഇത് റെഡിയാക്കുന്നത്. നല്ലൊരു ക്രീമി ടെക്സ്ചറാണ് ഇതിന്. നമുക്ക് ചപ്പാത്തിയിലേക്കോ കുബൂസിലേക്കോ അല്ലെങ്കിൽ ഫ്രൈഡ് റൈസിലേക്കോ ഒക്കെ നല്ലൊരു കോമ്പിനേഷനാണ്. നല്ല അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ നമുക്ക് ഒട്ടും വൈകാതെ നേരെ വീഡിയോയിലേക്ക് പോകാം. ചിക്കൻ കറി റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പാത്രം വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചെടുക്കാം. എന്നിട്ട് 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടെ ചേർത്ത് കൊടുക്കണം. ഇനി ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റിനെ ഇതിലിട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയിട്ട് എടുക്കാം നമുക്ക്. അതിനുശേഷം അതൊന്ന് ഏകദേശം ഒന്ന് വഴണ്ടി വരുമ്പോൾ നമുക്കിതിലേക്ക് സവാള ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് 2 മീഡിയം സൈസ് സവാളയാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. അതിന് ഇതേപോലെ കനം കുറച്ചൊന്ന് കട്ട് ചെയ്താണ്. പിന്നെ ഈ ഒരു കറിയിലേക്ക് നമ്മൾ സാധാരണ ചിക്കൻ കറി ഉണ്ടാക്കുന്നത് പോലെ തക്കാളിയോ അതേപോലെ മസാലപ്പൊടികളോ ഒന്നും ആവശ്യമില്ല കേട്ടോ നമുക്ക്. അപ്പോൾ ഞാൻ ഈ സവാള ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിനെ നമുക്ക് നല്ല പോലെ ഒന്ന് വഴറ്റിയിട്ടെടുക്കണം. സവാള നന്നായിട്ട് തന്നെ വഴണ്ടി കിട്ടണം, എന്നാലേ നമ്മുടെ കറി നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. പിന്നെ ഞാൻ പറഞ്ഞല്ലോ നല്ലൊരു ക്രീമി ടെക്സ്ചറായിട്ടുള്ള കറിയാണ്. അപ്പോൾ അതിലിങ്ങനെ ഒരുപാട് കടിക്കാനൊന്നും പാടില്ല. അതുകൊണ്ട് തന്നെ സവാള നല്ല സോഫ്റ്റായി നന്നായിട്ട് വഴണ്ടിയിട്ട് കിട്ടണം. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. പിന്നെ നമുക്ക് പച്ചമുളക് ചേർത്ത് കൊടുക്കണം. അപ്പോൾ പച്ചമുളക് ഞാൻ ഇതുപോലെ അരിഞ്ഞിട്ടാണ് ചേർക്കുന്നത്. ഞാനൊരു 3 പച്ചമുളക് എടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മുടെ എരിവിനനുസരിച്ച് നമുക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത് വലിയ എരിവില്ലാത്ത പച്ചമുളകാണ്, അതുകൊണ്ടാണ് ഞാൻ ഇത്രയും എടുത്തിട്ടുള്ളത്. ഇനിയിപ്പോൾ കുറച്ച് എരിവുള്ള മുളകാണെങ്കിൽ ഇത്രയും എടുക്കണം എന്നില്ല. ഇപ്പോൾ ഇതെല്ലാം കൂടെ അത്യാവശ്യം ഒന്ന് വഴണ്ടി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ചേർക്കാനുള്ളത് കുറച്ച് സോസുകളാണ്. അപ്പോൾ മയണൈസ് അല്ല കേട്ടോ, മയണൈസ് നമ്മൾ ലാസ്റ്റേ ചേർക്കുള്ളൂ. ആദ്യം നമുക്കിതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ ടൊമാറ്റോ കെച്ചപ്പ് ചേർത്ത് കൊടുക്കണം. നമ്മൾ തക്കാളിയൊന്നും ചേർക്കുന്നില്ല, അതിന് പകരം നമ്മൾ കെച്ചപ്പാണ് ചേർക്കുന്നത്. അപ്പോൾ 2 ടേബിൾ സ്പൂൺ ടൊമാറ്റോ കെച്ചപ്പും പിന്നെ 1 ടേബിൾ സ്പൂൺ നമ്മുടെ സോയാ സോസും കൂടെയാണ് ചേർക്കുന്നത്. അപ്പോൾ ഈ 1 ടേബിൾ സ്പൂൺ സോയാ സോസും കൂടെ ചേർത്തിട്ട് നമുക്കിതിനെ നന്നായിട്ടൊന്ന് വഴറ്റിയിട്ടെടുക്കാം. അപ്പോൾ ഈ സോസുകളുടെയൊക്കെ ആ ഒരു പച്ച ഒരു ചുവ ഉണ്ടാവും, അതൊക്കെ ഒന്ന് മാറുന്നത് വരെ നമ്മളൊന്ന് വഴറ്റിയിട്ടെടുക്കാം. പിന്നെ സോസുകൾ ചേർക്കുമ്പോൾ തീ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമ്മൾ ചേർത്ത് കൊടുക്കാൻ കേട്ടോ. ഇനി നമുക്കിതിലേക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ 1/2 കിലോ ചിക്കനാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ ചിക്കൻ ഞാൻ അതിലേക്ക് ചേർത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയിട്ട് എടുക്കാം. അതിനുശേഷം ഇനി നമ്മൾ വേറെ പൊടികളൊന്നും ചേർക്കേണ്ട. നമ്മൾ നേരെ കുറച്ച് കുരുമുളക് പൊടി മാത്രം ചേർത്ത് കൊടുത്താൽ മതി. അതിൻ്റെ അളവ് നമ്മുടെ എരിവിനനുസരിച്ച് നമുക്ക് തീരുമാനിക്കാം. പിന്നെ ഇപ്പോൾ നമ്മൾ കുറച്ചിട്ടിട്ട് ലാസ്റ്റ് വേണമെങ്കിൽ നമുക്ക് ഏത് സ്റ്റേജിലും കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ കുരുമുളക് പൊടിക്ക് ബാക്കിയുള്ള പൊടികളുടെ പോലെ അങ്ങനെ പച്ചച്ചുവ മാറാൻ വേണ്ടി വഴറ്റുക അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ലല്ലോ. അതുകൊണ്ട് ഏത് സ്റ്റേജിലും നമുക്ക് കുരുമുളക് പൊടി ആഡ് ചെയ്ത് കൊടുക്കാവുന്നേ ഉള്ളൂ. അതും കൂടി ചേർത്ത് ഞാൻ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മളിതിൽ വെള്ളം ഒന്നും ഒഴിക്കുന്നില്ല കേട്ടോ. ഞാൻ കുറച്ചൊരു ഗ്രേവി ടൈപ്പിലാണ് ഇത് റെഡിയാക്കുന്നത്. അപ്പോൾ കുറച്ചുകൂടെ ഒരു കറി വേണമെന്നുള്ളവർക്ക് വേണമെങ്കിൽ കുറച്ച് വെള്ളം ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമുക്കിതിനെ അടച്ച് വെക്കുക. അടച്ച് വെച്ചിട്ട് ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം നമ്മൾ കുക്ക് ചെയ്തിട്ട് എടുക്കാനും. അപ്പോൾ അത് കുക്ക് ചെയ്യുമ്പോൾ ഇടയ്ക്ക് ഇതുപോലെ ഒന്ന് തുറന്നിട്ട് നമ്മൾ ഇളക്കി കൊടുക്കണം. കാരണം ഞാനിപ്പോൾ ഒട്ടും വെള്ളം ചേർത്തിട്ടില്ലല്ലോ, അതുകൊണ്ട് അടി പിടിക്കാൻ ചാൻസ് ഉണ്ട്. അതാണ് ഞാൻ പറഞ്ഞത്, ഇടയ്ക്കൊന്ന് ഓപ്പൺ ചെയ്തിട്ട് ഇതേപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമ്മൾ ഈ ചിക്കൻ വേവുന്നത് വരെ, ചിക്കൻ്റെ വേവ് എത്രയാണോ അത്രയും സമയം നമ്മളൊന്ന് നന്നായിട്ട് കുക്ക് ചെയ്തിട്ട് എടുക്കുക. ഇപ്പോൾ നമ്മുടെ ചിക്കനൊക്കെ നല്ലപോലെ കുക്കായിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതിലേക്ക് കുറച്ച് മല്ലിയില അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവില്ലേ നമ്മൾ മല്ലിയിലയും കൂടെ ചേർക്കുമ്പോൾ, അതിന് വേണ്ടിയിട്ടാണ്. പിന്നെ അത് കാണാനും നല്ലൊരു ഭംഗിയായിരിക്കും. മല്ലിയിലയും കൂടെ ചേർത്തിട്ട് നമുക്ക് നല്ലപോലെ ഇതൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം. അതിനുശേഷം നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് കുറച്ച് സമയം ഒന്ന് തുറന്ന് വെക്കുക കേട്ടോ. അപ്പോൾ ഇതിൻ്റെ കുറച്ച് ഓവറായിട്ടുള്ള ചൂട് ഒന്ന് തണുത്ത ശേഷം വേണം നമ്മൾ മയണൈസ് ചേർത്ത് കൊടുക്കാൻ. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ മയണൈസ് എടുത്തിട്ടുണ്ട്. നമ്മുടെ കയ്യിലെ കുറച്ച് കട്ടിയുള്ള മയണൈസ് ആണെങ്കിലും അതിൽ കുറച്ച് വെള്ളം ചേർത്തിട്ട് ഒന്ന് ലൂസാക്കി എടുക്കുക. എന്നിട്ട് വേണം നമ്മളിതിലേക്ക് ഒഴിച്ചു കൊടുക്കാൻ. അപ്പോൾ ഞാനിപ്പോൾ ആദ്യം കംപ്ലീറ്റ് ഒഴിച്ചിട്ടില്ല, കുറച്ച് ഒഴിച്ചു. എന്നിട്ട് നമുക്കിന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. എന്നിട്ട് ആവശ്യമുണ്ടെങ്കിൽ ബാക്കി ചേർത്ത് കൊടുക്കാം. അങ്ങനെ ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ ഈ ചൂട് വല്ലാണ്ട് അങ്ങ് കുറയണ്ട കേട്ടോ. നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്ത ശേഷം ഒരു 5 മിനിറ്റൊക്കെ അത്രയും മതി. ചെറിയ ചൂടുണ്ടാവും, അത് കുഴപ്പമില്ല. എന്നാലും ആ വലിയ ചൂടിൽ മയണൈസ് ഒഴിക്കേണ്ടതെന്ന് കേട്ടോ പറഞ്ഞത്. അപ്പോൾ ഈ മയണൈസ് ഒഴിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. അപ്പോൾ ഇതിലേക്ക് കുറച്ചുകൂടെ ഒഴിക്കാൻ തോന്നും. പിന്നെ അത് നമ്മൾ ഓരോരുത്തരുടെയും ടേസ്റ്റിനനുസരിച്ച് ഒഴിച്ചാൽ മതി കേട്ടോ. ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട്, എനിക്ക് പൊതുവെ മയണൈസിൻ്റെ ടേസ്റ്റ് ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് ഞാൻ കുറച്ചുകൂടെ മയണൈസ് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ മയണൈസ് ഉണ്ടാക്കുന്ന വീഡിയോ ഞാൻ ഓൾറെഡി ചെയ്തിട്ടുള്ളതാണ്. അതുകൊണ്ടാണ് ഞാനത് ഈ റെസിപ്പിയിൽ ഇൻക്ലൂഡ് ചെയ്യാതെ ഇരുന്നത് കേട്ടോ. അതും കൂടെ കൂട്ടിയിട്ട് വെറുതെ വീഡിയോ കുറേ ലോങ് ആക്കണ്ടെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ ആ വീഡിയോയുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിലും അതേപോലെ തന്നെ കമൻറ്റ് ബോക്സിലും കൊടുക്കാം കേട്ടോ. ജസ്റ്റ് 2 മിനിറ്റിൽ നമുക്ക് മിക്സിയിൽ പെട്ടെന്ന് തന്നെ റെഡിയാക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള മയണൈസിൻ്റെ വീഡിയോ ആണ് അത്. ഇപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞു. നമ്മുടെ ഈ മയണൈസ് ചിക്കൻ കറി ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്.
ഇനി നമുക്ക് ഇതിലേക്ക് ഞാൻ കുറച്ച് കുരുമുളക് പൊടിയും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഞാനൊന്ന് ടേസ്റ്റ് നോക്കിയപ്പോൾ എനിക്ക് എരിവ് കുറച്ച് കുറവുള്ള പോലെ തോന്നി, അതുകൊണ്ടാണ് ഞാൻ കുറച്ചുകൂടി ആഡ് ചെയ്തത്. പിന്നെ വേറൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, നമ്മളിതിൽ ഉപ്പ് ചേർക്കുമ്പോഴും കുറച്ചൊന്ന് ശ്രദ്ധിക്കണം. കാരണം നമ്മൾ ഈ മയണൈസ് ചേർക്കുമ്പോൾ മയണൈസിൽ ഓൾറെഡി ഒരു ഉപ്പിൻ്റെ ടേസ്റ്റ് ഉണ്ടാകും. അപ്പോൾ അതിനനുസരിച്ച് വേണം നമ്മൾ ആദ്യം ഉപ്പിട്ട് കൊടുക്കാൻ കേട്ടോ. ഇപ്പോൾ ഇതാ നമ്മുടെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള മയണൈസ് ചിക്കൻ കറി ഇവിടെ റെഡി ആയിട്ട് നല്ല ടേസ്റ്റ് ആട്ടോ. പൊതുവേ മയണൈസൊക്കെ ഇഷ്ടമുള്ള എല്ലാവർക്കും എന്തായാലും ഇഷ്ടമാവും. എല്ലാവരും ഒന്ന് എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. നല്ല ടേസ്റ്റാണ്. ഞാനിപ്പോൾ ഇത് ഫ്രൈഡ് റൈസിലേക്കാണ് റെഡിയാക്കിയിട്ടുള്ളത്. ഫ്രൈഡ് റൈസിലേക്കും അതേപോലെ ചപ്പാത്തിയിലേക്കും പൊറോട്ടയിലേക്കും ഒക്കെ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. അപ്പോൾ എല്ലാവരും എന്തായാലും മറക്കാതെ ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് ഫീഡ്ബാക്സ് ഒക്കെ അറിയിക്കുക കേട്ടോ. കമൻറ്റ് ചെയ്യാൻ മറക്കരുതേ. ഇൻഷാ അല്ലാഹ് നാളെ നമുക്ക് മറ്റൊരു നല്ല വീഡിയോയുമായിട്ട് വീണ്ടും കാണാം.